കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിൻഷിപ്പ് എന്നുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഒരു സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ബന്ധുത്വം എന്നൊരു സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫാമിലി. കുടുംബം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ സ്ഥാപനത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കുടുംബത്തെ കുറിച്ച് പറയാം. ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഈ കുടുംബം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈമറി ഗ്രൂപ്പ്, ഒരു പ്രാഥമിക സംഘമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ സാമൂഹ്യ സ്ഥാപനമാണ് കുടുംബം എന്നത്. ഈ കുടുംബം സാർവത്രികവും മാറ്റമില്ലാത്തതുമാണ്. ഇതുപോലുള്ള ഒരു സാമൂഹ്യ സ്ഥാപനം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ലാറ്റിൻ വേർഡ്സ് ആയിട്ടുള്ള ഫാമുലസ്, ഫെമീലിയ എന്നുള്ള വാക്കുകളിൽ നിന്നാണ് ഫാമിലി എന്ന ഒരു വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഫാമുലസ് എന്ന് പറഞ്ഞാൽ സെർവന്റ് എന്നാണ് അതിനർത്ഥം വരുന്നത്. ഫാമിലിയ ഹൗസ് ഹോൾഡ് എന്നുമാണ് അർത്ഥം വരുന്നത്. ആ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഈ ഫാമിലി എന്നുള്ള വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഈ കുടുംബമാണെങ്കിലും വിവാഹമാണെങ്കിലും ബന്ധുത്വമാണെങ്കിലും എല്ലാം തന്നെ എല്ലാ സമൂഹത്തിലും വളരെ പ്രധാനപ്പെട്ടവയാണ്. എന്നാൽ ഇത് ഓരോ സമൂഹത്തിലും ഓരോ സ്വഭാവമായിരിക്കും ഇവയ്ക്ക് ഉണ്ടായിരിക്കുക. കുടുംബം എന്നത് സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ പൊതുമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. ഇതിന് ഒരുപാട് ചുമതലകൾ വഹിക്കാനുണ്ട് എന്നുള്ളതാണ് നിർവഹണവാദികൾ പറയുന്നത്. അപ്പൊ ഇനി എന്തൊക്കെ ചുമതലകളാണ് ഈ കുടുംബം വഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിർവഹണവാദികളുടെ അഭിപ്രായത്തില് കുടുംബം എന്നത് സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും സാമൂഹിക ക്രമം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ്. ആധുനിക വ്യാവസായിക സമൂഹങ്ങൾ നന്നായി പ്രവർത്തിക്കണമെങ്കിൽ സ്ത്രീകള് കുടുംബം പരിപാലിക്കുകയും പുരുഷന്മാര് കുടുംബത്തിന്റെ ജീവിതമാർഗം സമ്പാദിക്കുന്നവരായി മാറണമെന്നും ഈ നിർവഹണവാദികള് വാദിക്കുന്നു. വ്യാവസായിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ ഏറ്റവും സജ്ജമായത് അണുകുടുംബമാണെന്നും ഈ നിർവഹണവാദികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ വ്യാവസായിക മാതൃകയിലുള്ള സമ്പദ് വ്യവസ്ഥയിൽ കുടുംബങ്ങൾ അണുകുടുംബമാകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ പഠനങ്ങൾ നിർദ്ദേശിക്കുന്നത്. അണുകുടുംബത്തിലെ മുതിർന്ന ഒരാൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന സമയത്ത് മുതിർന്ന രണ്ടാമത്തെ ആള്, അതിപ്പോ സ്ത്രീയും പുരുഷനും ആണെങ്കിൽ പുരുഷൻ വീടിന് പുറത്തുപോയി വീടിന് വേണ്ടി പണിയെടുത്ത് സമ്പാദിക്കുന്നു. ഇപ്പൊ രണ്ടാമത്തെ മുതിർന്ന ആള്, അതായത് സ്ത്രീ, വീടിനെയും കുട്ടികളെയും ശ്രദ്ധിക്കാൻ കഴിയുമെന്നും നിർവഹണവാദികൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രായോഗികമായി പറയുകയാണെങ്കിൽ അത് അണുകുടുംബത്തിനകത്ത് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം കൊണ്ടുവരുന്നു. ഭർത്താവ് കുടുംബം പോറ്റുന്നവൻ എന്ന സജീവ ധർമ്മം സ്വീകരിക്കുമ്പോൾ ഭാര്യ വീട്ടുകാര്യങ്ങൾ നോക്കുന്ന വൈകാരിക ധർമ്മവും സ്വീകരിക്കുന്നു. ചുരുക്കത്തില് അണുകുടുംബത്തിനും ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനത്തിനുമാണ് നിർവഹണവാദികൾ പ്രാധാന്യം നൽകിയിരുന്നത്. നിർവഹണവാദികളുടെ ഈ ഒരു വീക്ഷണം നമുക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലിംഗപരമായിട്ടുള്ള അനീതിയാണ്. മാത്രമല്ല സംസ്കാരങ്ങളുടെയും അതേപോലെ തന്നെ ചരിത്രത്തിന്റെയും അനുഭവസിദ്ധമായ പഠനങ്ങൾ ഇത് തെറ്റാണെന്നും കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകള് വീടിന് പുറത്തു പോയി ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ കുടുംബനാഥകളായിട്ടുള്ള വീടുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിർവഹണവാദികളുടെ ഈ ഒരു കാഴ്ചപ്പാട് തികച്ചും തെറ്റാണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി കുടുംബത്തിന്റെ മറ്റുള്ള ധർമ്മങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു procreate ആൻഡ് മെയിൻറ്റെയിൻ സ്പീഷീസ്. അതായത് അവരുടെ വരും തലമുറയ്ക്ക് ജന്മം നൽകുകയും അതേപോലെ തന്നെ അവരുടെ വംശപരമ്പര നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആണ്, സാമൂഹ്യ വൽക്കരണം. അതായത് അവരുടെ കൾച്ചറും സംസ്കാരവും മറ്റുള്ള മൂല്യങ്ങളും എല്ലാം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതും ഈ ഫാമിലിയിലൂടെ തന്നെയാണ്. പിന്നെ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക ധർമ്മങ്ങളാണ്. സാമ്പത്തിക ധർമ്മങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ റീക്രിയേഷണൽ ഫങ്ഷൻസ്, പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. റിലീജിയസ് ഫങ്ഷൻസ് വരുന്നുണ്ട്. മതപരമായ ധർമ്മങ്ങൾ വരുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഫങ്ഷൻസ് വരുന്നുണ്ട്.
വിദ്യാഭ്യാസപരമായ ധർമ്മങ്ങൾ വരുന്നുണ്ട്, സംരക്ഷണാത്മക ധർമ്മങ്ങൾ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ അഫെക്ഷണലായിട്ടുള്ള ഒരുപാട് ധർമ്മങ്ങളും ഈ കുടുംബത്തിന് വഹിക്കാനുണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ കുടുംബങ്ങളുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി നോക്കാം. ഒന്നാമത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ സൊസൈറ്റി കനോട്ട് ഫങ്ഷൻ വിത്തൗട്ട് ഫാമിലി. ഏതൊരു സൊസൈറ്റിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ്. ഒരു സൊസൈറ്റിക്കും ഈ കുടുംബം ഇല്ലാതെ പ്രവർത്തിക്കാനായി സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, എ ചൈൽഡ് ലേൺസ് ദ നോംസ് ആൻഡ് കൾച്ചർ ഇൻ ദ ഫാമിലി. ഏതൊരു കുട്ടികളാണെങ്കിലും അവർ ആദ്യം സംസ്കാരവും മൂല്യവും പഠിക്കുന്നത് ഈ കുടുംബങ്ങളിൽ നിന്നായിരിക്കും. സോഷ്യോളജിസ്റ്റ് കൺസിഡർ ദ ഫാമിലി ആസ് ദ കോർണർ സ്റ്റോൺ ഓഫ് സൊസൈറ്റി. ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കുടുംബമാണ് എന്നുള്ളതാണ് സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഫൗണ്ട് ഇൻ ഓൾ കമ്മ്യൂണിറ്റീസ്. കുടുംബം എന്ന് പറയുന്നത് സാർവത്രികമാണ്. ഏതൊരു കമ്മ്യൂണിറ്റീസിലാണെങ്കിലും ഏതൊരു സമുദായത്തിലാണെങ്കിലും നമുക്ക് ഈ കുടുംബത്തെ കാണാവുന്നതാണ്. ഏതൊരു സമൂഹത്തിലും ഈ കുടുംബം എന്നത് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ്. വികാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇറ്റ് മൗൾഡ്സ് ദ ക്യാരക്ടർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദ ഹോൾ ലൈഫ് ഓഫ് സൊസൈറ്റി. ഇതിലെ അംഗങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും കുടുംബത്തിലെ വ്യത്യാസം ഉണ്ടായിരിക്കുക. ഈ കുടുംബം എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ എൻ്റയർ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും, സ്വാധീനിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് പെർമനന്റ്. മാറ്റമില്ലാത്തതാണ് കുടുംബം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്പ് ഓഫ് ഫാമിലിയാണ്. അതായത് എത്ര തരം ഫാമിലീസ്, കുടുംബങ്ങളെ എങ്ങനെ തരംതിരിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. ആദ്യം സ്ട്രക്ചറിന്റെ ബേസിസിൽ, ഘടനയുടെ ബേസിസിൽ എങ്ങനെയാണ് കുടുംബങ്ങളെ തരംതിരിക്കുന്നത് എന്ന് നോക്കാം. സ്ട്രക്ചറിന്റെ അഥവാ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടായി തിരിക്കുന്നുണ്ട്. ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി. അണുകുടുംബം എന്നും കൂട്ടുകുടുംബം എന്നും. അണുകുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ, മക്കള്, അങ്ങനെ ഒരു ചെറിയ കുടുംബത്തെയാണ്, അവരൊന്നിച്ച് താമസിക്കുന്ന ആ ചെറിയ കുടുംബത്തെയാണ് അണുകുടുംബം അഥവാ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് 3 തലമുറ ഒന്നിച്ച് താമസിക്കുന്നതാണ്. മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, മക്കള്, അങ്ങനെ ഒരു 3 തലമുറ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഇനി സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരംതിരിക്കുന്നത് രണ്ടായാണ്. പാട്രി ലോക്കൽ ഫാമിലീസ് ആൻഡ് മാട്രി ലോക്കൽ ഫാമിലീസ്. പാട്രി ലോക്കൽ പിതൃസ്ഥാനീയ കുടുംബം, മാട്രി ലോക്കൽ മാതൃസ്ഥാനീയ കുടുംബം. പിതൃസ്ഥാനീയ കുടുംബം എന്നാൽ പുതുതായി വിവാഹം ചെയ്ത നവദമ്പതിമാര്, അവര് വരന്റെ മാതാപിതാക്കൾക്കൊപ്പം വരന്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് പിതൃസ്ഥാനീയ കുടുംബം അഥവാ പാട്രി ലോക്കൽ ഫാമിലീസ് എന്ന് പറയുന്നത്. പാട്രി ലോക്കൽ. എന്നാൽ മാട്രി ലോക്കൽ എന്ന് പറയുന്നത് നവദമ്പതിമാർ വധുവിന്റെ മാതാപിതാക്കളോടൊപ്പം വധുവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് മാട്രി ലോക്കൽ അഥവാ മാതൃസ്ഥാനീയ കുടുംബം എന്ന് പറയുന്നത്. വിവാഹം കഴിഞ്ഞവർ വധുവിന്റെ വീട്ടിലാണെങ്കിൽ മാതൃസ്ഥാനീയം മാട്രി ലോക്കൽ, വരന്റെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അത് പാട്രി ലോക്കൽ പിതൃസ്ഥാനീയ കുടുംബം. ഇനി അധികാരത്തിന്റെ അടിസ്ഥാനത്തിലും ഇതുപോലെ രണ്ടായി തിരിക്കുന്നുണ്ട്. പാട്രിയാർക്കൽ ഫാമിലീസ് ആൻഡ് മാട്രിയാർക്കൽ ഫാമിലീസ്. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞെങ്കിൽ പിതൃമേധാവിത്വ കുടുംബം. അവിടെ ആർക്കായിരിക്കും കൂടുതൽ അധികാരവും മേധാവിത്വം? പുരുഷന്മാർക്കായിരിക്കും. പുരുഷന്മാർക്കാണ് കൂടുതൽ അധികാരവും മേധാവിത്വം ഉള്ളതെങ്കിൽ അത്തരം കുടുംബങ്ങളെ പിതൃമേധാവിത്വ കുടുംബം അഥവാ പാട്രിയാർക്കൽ ഫാമിലീസ് എന്ന് പറയാം. സ്ത്രീകൾക്കാണ് കൂടുതൽ അധികാരവും മേധാവിത്വമെങ്കിൽ അത്തരം ഫാമിലീസിനെ മാട്രിയാർക്കൽ ഫാമിലീസ്, മാതൃമേധാവിത്വ കുടുംബം എന്ന് പറയാം. ഇനി പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. പാട്രിലീനിയൽ ഫാമിലീസ് ആൻഡ് മാട്രിലീനിയൽ ഫാമിലീസ്. പിതൃദായ കുടുംബം എന്നും മാതൃദായ കുടുംബം എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. പിതൃദായ കുടുംബം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം മക്കളിലേക്ക് കൈമാറുന്നത്. പിതാവിലൂടെ മക്കളിലേക്കാണ് പൈതൃകം കൈമാറുന്നതെങ്കിൽ അത് പിതൃദായക കുടുംബം. മാതാവിലൂടെ മക്കളിലേക്ക് പൈതൃകം കൈമാറുന്നുവെങ്കിൽ അതിനെ മാതൃദായ കുടുംബം എന്നും പറയാം. അപ്പൊ പിതൃദായ കുടുംബവും മാതൃദായ കുടുംബവും അങ്ങനെ രണ്ടായാണ് പൈതൃകത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരംതിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ വരുന്നതാണ് കുറച്ച് ഫാമിലീസ്, അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്.
എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. അപ്പോൾ വെറുതെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഒന്ന് വരുന്നത് സ്റ്റെപ്പ് ഫാമിലീസ്, അതായത് ഒരു ദമ്പതിമാര് അവര് മുന്നേ വിവാഹം ചെയ്തവരായിരിക്കും. അതിനുശേഷം പുനർവിവാഹത്തില് മുന്നത്തെ റിലേഷനിലുള്ള കുട്ടികളോടൊപ്പം താമസിക്കുന്നതാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഫാമിലീസ് എന്ന് പറയും. മുന്നത്തെ ബന്ധത്തിലുള്ള കുട്ടികളോടൊപ്പം താമസിക്കുന്ന കുടുംബങ്ങളെയാണ് സ്റ്റെപ്പ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് അഡോപ്റ്റഡ് ഫാമിലീസ്, ഫാമിലീസ് ദാറ്റ് ഇൻക്ലൂഡ് ചിൽഡ്രൻ ദാറ്റ് ആർ നോട്ട് ബയോളജിക്കലി ദെയേഴ്സ്. അവരുടേതല്ലാത്ത കുട്ടികളെ കുടുംബത്തിൽ താമസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളെയാണ് അഡോപ്റ്റഡ് ഫാമിലീസ് എന്ന് പറയുന്നത്. സ്വന്തം കുട്ടികളായിരിക്കില്ല, എന്നാലും സ്വന്തം കുട്ടികളെ പോലെ നോക്കുന്നുണ്ടെങ്കിൽ അത്തരം കുടുംബങ്ങളെ അഡോപ്റ്റഡ് ഫാമിലീസ് എന്ന് പറയാം. ഇനി വരുന്നത് സിംഗിൾ ഫാമിലീസ്, അതായത് ഒരൊറ്റ ആള് മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബങ്ങളെയാണ് സിംഗിൾ ഫാമിലീസ് എന്ന് പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെങ്കിൽ അതിനെ സിംഗിൾ ഫാമിലീസ് എന്ന് പറയാം. ഇനി അടുത്തത് വരുന്നത് സിംഗിൾ പാരന്റ് ഫാമിലീസ് ദാറ്റ് ഇൻക്ലൂഡ് ഓൺലി വൺ പാരന്റ്, മദർ ഓർ ഫാദർ. ഏതെങ്കിലും ഈ കുട്ടികൾക്ക് ഒന്നുകിൽ അച്ഛനോ അമ്മയോ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അവരുടെ കൂടെ ആയിരിക്കും കുട്ടികൾ താമസിക്കുന്നതെങ്കിൽ അതിനെ സിംഗിൾ പാരന്റ് ഫാമിലി എന്ന് പറയാം. ഒന്നുകിൽ അച്ഛന്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയാണ് കുട്ടികൾ താമസിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒറ്റ പാരന്റ് മാത്രമുള്ള കുടുംബങ്ങളെയാണ് സിംഗിൾ പാരന്റ് ഫാമിലീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ മരിക്കുന്നതിന് ശേഷം വരുന്നതാണ് ഈ സിംഗിൾ പാരന്റ് ഫാമിലീസ്. അത് പിന്നെ വരുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലീസ് ആണ്. It is made up of nuclear or single parent families plus other relatives such as grandparents, aunts, uncles and cousins. അതായത് ഇപ്പോൾ ഈ സിംഗിൾ പാരന്റ് ഫാമിലീസിന്റെ ഒപ്പം തന്നെ അവരുടെ ഒപ്പം അവരുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ ആന്റീസോ അങ്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ഫാമിലീസിനെയാണ് എക്സ്റ്റെൻഡഡ് ഫാമിലീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ചൈൽഡ്ലെസ് ഫാമിലീസ് ആണ്. കുട്ടികളില്ലാത്ത കുടുംബങ്ങളെയാണ് ചൈൽഡ്ലെസ് ഫാമിലീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന മറ്റൊന്നാണ് ബ്ലെൻഡ് ഫാമിലീസ്. ബ്ലെൻഡഡ് ഫാമിലീസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു കുടുംബം, a family in which both spouses have children from previous relationship. മുന്നത്തെ ബന്ധത്തിലുള്ള കുട്ടികളോടൊപ്പം താമസിക്കുന്ന രണ്ടുപേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും മുന്നത്തെ റിലേഷനിൽ കുട്ടികളുണ്ട്, അവരോടൊപ്പം താമസിക്കുന്ന കുടുംബങ്ങൾ ബ്ലെൻഡഡ് ഫാമിലീസ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.